എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് മധുർ വടയാണ്. ഇതൊരു കർണാടക ഡിഷാണ്. ഇതൊരു ഈവനിങ് സ്നാക്സ് ആണ്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലുള്ള മധുർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വടയാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ വട ചെയ്യുന്നത്. ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ നമ്മൾ എത്ര അരിപ്പൊടി എടുക്കുന്നോ അതിൻ്റെ പകുതിയോളം റവ വേണം. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. അതൊരു 2 ടേബിൾ സ്പൂണുകളാണ് എടുത്തത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ്. കായം ഒരു 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് വട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ പകുതി 1/4 കപ്പോളം റവ, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കായംപൊടി, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് പെരിഞ്ജീരകം ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. കുറച്ച് റോ ആയിട്ടുള്ള പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണോളം ചേർക്കാം. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെ വില കേട്ടാൽ നമ്മളിതൊന്നും ഉണ്ടാക്കില്ല, അത് വേറെ കാര്യം. ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത ഉപ്പും കായവും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം. ഇനി നമ്മൾ ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം എണ്ണ നന്നായിട്ട് ചൂടാക്കണം. ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചത്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വെളിച്ചെണ്ണയൊക്കെ ചേർക്കണേക്കാട്ടും നല്ലത് റിഫൈൻഡ് ഓയിലായിരിക്കും. നന്നായിട്ട് ചൂടാവണം. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സിലേക്ക് ഈ ചൂടായ എണ്ണ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിക്കണം. എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൈ വെച്ച് ചെയ്യേണ്ട, സ്പൂൺ വെച്ചിട്ട് ചെയ്യാം, കാരണം ചൂടുണ്ടായിരിക്കും. എണ്ണ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വട ബാറ്റർ ഉണ്ടാക്കണം. അതിന് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് കൈ വെച്ച് മിക്സ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ, കാരണം റവയും അരിപ്പൊടിയാണ്, അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കും. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ചെയ്യാൻ. ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് വട ഉണ്ടാക്കാം. നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതും റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിക്കണം. അത്യാവശ്യം എണ്ണ ഒഴിക്കണം. അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വട ഉണ്ടാക്കുക നോക്കാം. വടയുടെ ഷേപ്പ് ആക്കണമെന്ന് നോക്കാം. ഈ വട നമ്മൾ സാധാ ഒരു വടയുടെ രൂപത്തിലല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പപ്പട വട്ടത്തിലാക്കണം. അതിന് വേണ്ടി ഞാനൊരു പ്ലേറ്റാണ്, നിങ്ങളുടെ കയ്യിൽ ഇല ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്, ഇലയിൽ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിൽ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചെറിയൊരു ഉരുള എടുത്ത് വെച്ച് നന്നായിട്ട് കനം കുറച്ച് നന്നായിട്ട് ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കൂട്ടിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കയ്യിൽ വെള്ളം നനച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ, കാരണം ഇത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കയ്യിൽ നന്നായിട്ട് വെള്ളം നനച്ചിട്ട് വേണം നമ്മൾ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ ഷേപ്പിലെടുക്കാൻ. ഇത് നമ്മൾ ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരണം. ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. 2 സ്പൂൺ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് കളർ മാറി വരുന്നുണ്ട്. നമ്മൾ 2 സൈഡും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ല കളർ മാറി വരണം. ഇത് അധികം സമയമൊന്നും എടുക്കില്ല, എളുപ്പമാവും. നല്ല കളർ മാറി വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ വട റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കി വടകളും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ എടുത്ത ഒരു അളവനുസരിച്ച് ഏകദേശം ഒരു 6 വടയോളം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓരോ വട ഉണ്ടാക്കുമ്പോഴും നമ്മൾ കയ്യിൽ വെള്ളം ചേർത്തിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ വടകളൊക്കെ റെഡിയായി. നമ്മളിതൊരു ചട്നിയുടെ കൂടെയാണ് കഴിക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇത് മിൻറ്റ് കോക്കനട്ട് ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരം ചിരകിയതാണ്. അത് ഞാൻ വളരെ കുറച്ച്, ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് പുതിന ഇല, പിന്നെ കുറച്ച് പുതിന ഇലയുടെ അത്ര തന്നെ മല്ലിയില, പിന്നെ ആവശ്യത്തിന്
ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക. ചട്നി അരച്ച ശേഷം നമ്മൾ കടുകും കറിവേപ്പിലയും കൂടി എണ്ണയിൽ വറുത്തിടും. അപ്പോൾ ഇതാണ് ഈ വടയുടെ കൂടെയുള്ള കോമ്പിനേഷൻ. അങ്ങനെ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വട ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചട്നിയും കൂടി കൂടെ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്